സുഖപ്രസവം സിസേറിയൻ. ഇവിടെ മിക്ക ആൾക്കാരും സുഖപ്രസവം, ചില ആൾക്കാർക്ക് സിസേറിയൻ ആവാനുള്ള കാരണങ്ങൾ ഇവിടെ ഊരയായി പ്രസവിക്കാൻ പറ്റൂല. ഊരയായി പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ റിസ്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് പ്രസവിക്കാത്തത്. പക്ഷേ ചില പേഷ്യൻസ് ഉണ്ടാവും, നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ നന്നായി വികസനം വന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രസവിക്കാം. ഇവിടെ എടുക്കാറുണ്ട്, പക്ഷേ റിസ്ക് ആണ്. അപ്പോൾ സമയത്ത് നമ്മൾ റിസ്ക് ഏറ്റെടുത്ത് നമ്മൾ പ്രസവിക്കാം. സിസേറിയൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡെലിവറിക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം. കുറേ പേഷ്യൻസ് പറയും എന്തൊക്കെ ഞാൻ കൊണ്ടുവരണം, എൻ്റെ കൊട്ടയിൽ എന്തൊക്കെ ഉണ്ടാവണം. നിങ്ങൾ വെള്ള തുണി കൊണ്ടുവരണം. എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻറ്റീസൊന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഒരു വെള്ള തുണിയായിരിക്കും നിങ്ങൾ താഴെ വെക്കുന്നുണ്ടാവുക. എന്തിനാണ് വെള്ള തുണി വെക്കുന്നത്? നിങ്ങൾക്ക് വെള്ളം പോയാൽ നിങ്ങളുടെ വെള്ളത്തിൻ്റെ കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിൽ ചോര കളർ ഉണ്ടോ മഞ്ഞ ഉണ്ടോ എന്നൊക്കെ അറിയാനാണ്. മഞ്ഞ എന്ന് പറഞ്ഞാൽ കുട്ടി മഷി ഇറക്കി. അപ്പോൾ മഷി ഇറക്കുമ്പോൾ ഞങ്ങൾ മിക്കവാറും നിങ്ങളുടെ അടുത്ത് പറയൂല. കാരണം മഷി നിങ്ങളുടെ മനസ്സിലൊരു പേടി ഉള്ളൊരു കാരണമാണ്. കുട്ടി മഷി ഇറക്കി, എല്ലാ കുട്ടികളും മഷി ഇറക്കും, അത് നോർമലാണ്. കുട്ടിക്ക് വയറ്റിന്ന് പോകാൻ തോന്നുകയാണെങ്കിൽ കുട്ടിയും വയറ്റിന്ന് പോകും. ഈ കുട്ടി വയറ്റിന്ന് പോകുമ്പോഴാണ് മഷി എന്ന് പറയുന്നത്. മഷി ഇറക്കിയാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മിടുപ്പ് നോർമലാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇനി മഷി ഇറക്കി ചിലപ്പോൾ കുഞ്ഞിൻ്റെ മിടുപ്പ് വ്യത്യാസം വരാം, കുറഞ്ഞു വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വേഗം പ്രസവിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സിസേറിയനിൽ അവസാനിക്കും. എല്ലാ പേഷ്യൻസിനും ഡെലിവറിയുടെ സമയത്ത് ആദ്യത്തെയോ രണ്ടാമത്തെ പ്രസവമാകുമ്പോൾ നമ്മൾ കുട്ടി ഇങ്ങനെ ഏകദേശം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തരിപ്പിച്ചിട്ട്, നിങ്ങളുടെ തൊലിൻ്റെ ഭാഗമാണിത്, മലദ്വാരത് തരിപ്പിച്ചിട്ട് ചെറുതായിട്ട് ഈ വര ചെയ്ത പോലെ കട്ട് ചെയ്യും. കുട്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ വരാനാണ്. അത് കട്ട് ചെയ്തില്ലെങ്കിൽ കുട്ടി വരുമ്പോൾ തോന്നണ പോലെ മുറിഞ്ഞു വരും. അപ്പോൾ ആ കട്ട് ചെയ്ത് കഴിഞ്ഞ് തരിപ്പിച്ചിട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ വരണം. അപ്പോൾ ചില പേഷ്യൻസ് ചോദിക്കും, ഞാൻ പ്രസവിച്ചില്ല, ഇനി എന്തിനാണ് നിങ്ങൾ എന്നെ പരിശോധിക്കണേ? ഒന്നുമില്ലല്ലോ വരാൻ. അങ്ങനെയല്ല, പ്രസവിച്ച് കഴിഞ്ഞാൽ മറുകൂട്ടി വരണം. വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് നോക്കണം. ബ്ലീഡിങ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ആണെങ്കിൽ മാത്രം വീണ്ടും തരിപ്പിച്ച് ഇത് അലിഞ്ഞു പോണ തുന്നലോടെ തുന്നലെടുക്കാൻ വരേണ്ട ആവശ്യമില്ല, അലിഞ്ഞു പോകും. ആ തുന്നൽ അവിടെ നിങ്ങൾക്ക് തൊടുമ്പൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. തുന്നലൊന്നും പറ്റൂല, നിങ്ങൾ സോപ്പിട്ട് കഴുകിക്കോളും. നല്ല വൃത്തിയായി വെക്കണം. വൃത്തിയായി വെച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വന്ന് തുന്നൽ വിട്ടു പോവാം. അപ്പോൾ പ്രസവ മുറിയിൽ പരിശോധന എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ചില പേഷ്യൻസിന് ഉള്ളു പരിശോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ആദ്യത്തെ പ്രസവമാകുമ്പോൾ അവർക്ക് അധികം ഉണ്ടായിട്ടില്ല, അപ്പോൾ ചെറുതായിട്ടൊരു വേദന ഉണ്ടാവും. പക്ഷെ പ്രസവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗർഭപാത്രം വികസിക്കുന്ന അതേ സമയത്ത് നിങ്ങളുടെ യോനി വികസിച്ച് വരും. ആ സമയത്ത് ഡോക്ടർ പരിശോധിക്കാൻ വരുമ്പോൾ നിങ്ങളൊന്ന് നോർമലായി കിടക്കുക. ചില പേഷ്യൻസ് ഞാൻ പറഞ്ഞില്ലേ 1 ഫിംഗർ 2 ഫിംഗർ കുറേ നേരം 1 ഫിംഗർ 2 ഫിംഗറായി കിടക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറച്ചും കൂടി വികസിക്കാൻ വേണ്ടി ഉള്ളു പരിശോധന ഉണ്ടാവും ഡോക്ടർ വന്നിട്ട്. അത് നിങ്ങൾ ഈ 1 ഫിംഗർ 2 ഫിംഗർ കടന്നത് 1, 3, 4 സെൻറ്റിമീറ്റർ ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ വേദന ഉണ്ടാവും പരിശോധിക്കുമ്പോൾ. ബാക്കിയുള്ള സമയത്ത് വേദന ഉണ്ടാവില്ല. നിങ്ങളെ കുറച്ചും കൂടി വേഗം പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ എത്ര മരുന്ന് തന്നാലും നിങ്ങളുടെ വികസനമാവില്ല. നിങ്ങളുടെ ഗർഭപാത്രം കട്ടി കൂടുതലാണ്. ഇതൊക്കെയാണ് മാഡം ഉപയോഗിക്കുന്ന വാക്കുകൾ. നിങ്ങളുടെ ഗർഭപാത്രം കട്ടി കൂടുതലാണ്. നിങ്ങളുടെ ഗർഭപാത്രം കട്ടി കുറയാൻ കുറച്ച് സമയം എടുക്കും. അതൊക്കെയാണ് ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഡെലിവറിക്ക് വരുമ്പോൾ വയറ്റിന്ന് പോയോ എന്ന് പറയണം. അല്ലെങ്കിൽ വയറ്റിന്ന് പോകാൻ നിങ്ങൾക്ക് മരുന്ന് തരും. വയറ് കഴുകുമ്പോൾ കുറച്ചും കൂടി വേഗം വേദന വരും. അപ്പോൾ അതിനൊക്കെയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ പേഷ്യൻസിനെ വിളിക്കുന്ന ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് സ്കാനിങ്ങിൽ പറയുന്ന ഡേറ്റിനെക്കാട്ടും നിങ്ങളുടെ ഷീറ്റിൽ എഴുതിയ ഡേറ്റാണ് നിങ്ങളുടെ ഡേറ്റ്. ആദ്യത്തെ സ്കാനിങ് ആണ് കുറച്ചും കൂടി നല്ലത്. അവസാനത്തെ സ്കാനിങ് നിങ്ങളുടെ ഡേറ്റ് നിങ്ങളുടെ ഷീറ്റിലോ നിങ്ങളുടെ സ്കാൻ പേപ്പറിൽ എഴുതിയ EDD എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്, അത് വേറെ ആയിരിക്കും. നിങ്ങളുടെ കുട്ടി വളരുന്നതനുസരിച്ച് നിങ്ങളുടെ ലാസ്റ്റത്തെ സ്കാനിങ്ങിൽ ഡേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റത്തെ സ്കാനിങ്ങിൽ നിങ്ങളുടെ ഡേറ്റ് ഡോക്ടർ പറയുന്നതാണ് നിങ്ങളുടെ ഡേറ്റ്. അപ്പോൾ ചില പേഷ്യൻസ് പറയും മറ്റേ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ നിൻ്റെ ഡേറ്റ് വേറെയാണ് നിങ്ങൾ വേറെയാണ് പറയണത്. അപ്പോൾ അത് കൃത്യമായി നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ചില പേഷ്യൻസിന് ഡേറ്റ് വരെ പോകാൻ പറ്റില്ല, തൂക്കം കുറവും അങ്ങനെയൊക്കെ. അപ്പോൾ ആ പേഷ്യൻസ് പറയുന്നത് എൻ്റെ ഡേറ്റ് കുറച്ചും കൂടി ഉണ്ടല്ലോ, എൻ്റെ വെള്ളം പോയിട്ടല്ലേ ഉള്ളൂ, എന്തിനാണ് നിങ്ങൾ എന്നെ നേരത്തെ പ്രസവിപ്പിക്കുന്നത്? ഓരോത്തിനും കാരണങ്ങളുണ്ടാവും. നിങ്ങളുടെ ഡേറ്റ് വരെ കാത്തു നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കുഞ്ഞിന് ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പ്രസവിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ പ്രസവിപ്പിക്കുന്നതിന് കാരണമുണ്ട്. പരമാവധി ഡേറ്റിൻ്റെ ഒരു ദിവസം മുന്നെയാണ് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിക്കുന്നത്. ഒരു ദിവസം 2 ദിവസം മുന്നേ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം മുന്നേ വിളിച്ചിട്ട് ചില പേഷ്യൻസിൻ്റെ വികസനം അനുസരിച്ച് ഗർഭപാത്രം വികസിക്കാൻ ട്യൂബ് ഇടും.
ഇത് ഗർഭപാത്രം വികസിക്കാനുള്ള ട്യൂബാണ്. എന്ന് പറഞ്ഞാൽ മൂത്രത്തിൻ്റെ ട്യൂബാണത്, മൂത്രം പോകാനുള്ള ട്യൂബാണ്. അപ്പോൾ ഇത് വികസിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗർഭപാത്രത്തിൻ്റെ എന്ത് ചെറിയ ട്യൂബാണ് നോക്കുക. നിങ്ങളുടെ കുട്ടീൻ്റെ തല 10 സെൻറ്റിമീറ്ററാണ്. ഈ ട്യൂബ് ഇത്രയും ചെറിയ, എന്നാൽ ഇത്രേ കയറുന്നുള്ളൂ ഭാഗം, ഇത്ര ഭാഗം കയറുള്ളൂ. എന്നിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഈ ബലൂൺ വീർപ്പിച്ച് വയ്ക്കും. അത് പോയി ഈ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഈ വീർപ്പിച്ച ബലൂൺ നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരഞ്ഞ് നിങ്ങൾക്ക് പ്രസവവേദന വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് മരുന്നല്ല, ഇത് സാധാ ഒരു ട്യൂബാണ് കേട്ടോ. ഇതിലൊരു മരുന്നും തേക്കുന്നില്ല. നിങ്ങൾ വികസനം വരാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. നല്ലൊരു സാധനമാണത്. അപ്പോൾ ഇതിടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഗുളിക കൊടുക്കും. പക്ഷേ ഇതാണ് നല്ലത്. കുറേ ഗുളികകൾ കൊടുത്താൽ നിങ്ങളുടെ ഗർഭപാത്രത്തിനോട്ടുള്ള കേടാണ്. അപ്പോൾ നിങ്ങൾക്ക് പണ്ട് 3-4 ഗുളിക തന്നിരുന്നു. പക്ഷെ ആ കാലം മാറി. ഇപ്പോൾ കുറച്ചും കൂടി ഗുളിക കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണതാണ് സേഫ് അമ്മയ്ക്ക് കേട്ടോ. എന്നാൽ പ്രസവിക്കണ അമ്മയ്ക്ക്. അപ്പോൾ ഇത് ചെയ്യും. അപ്പോൾ ആദ്യങ്ങൾ വരുന്ന ദിവസം നിങ്ങൾക്കൊരു ഗുളിക തരുമായിരിക്കും. അത് കഴിഞ്ഞ് സോഫി മാഡം പറയും ഇന്ന് വൈകുന്നേരം ഗീത മാഡം വന്ന് ട്യൂബ് ഇട്ട് കഴിഞ്ഞ് ഓരോ മണിക്കൂർ അനുസരിച്ച് നിങ്ങൾക്ക് ഗുളികകൾ തരും. എന്നാൽ വിട്ട് എന്നിട്ട് നിങ്ങളുടെ ഡേറ്റിൻ്റെ ദിവസം രാവിലെ നിങ്ങൾക്ക് ഗ്ലൂക്കോസ് ഇട്ട് തരും. ചില പേഷ്യൻസിന് ഡേറ്റിൻ്റെ 1-2 ദിവസം കഴിഞ്ഞു പ്രസവിക്കാം. ഇവിടെ 4-5 ദിവസം കഴിഞ്ഞ് പ്രസവിക്കുന്ന വ്യക്തികളും ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് കുഴപ്പമില്ലെങ്കിൽ മാത്രമേ വെയിറ്റ് ചെയ്യൂ. ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞിന് കേടുണ്ടെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യില്ല. പ്രസവിക്കുന്ന ഡേറ്റ് നിങ്ങളുടെ ഡേറ്റിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം, ഇനി ചിലപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം 2 ദിവസം, പണ്ടത്തെ പോലെ 5 ദിവസം പരിപാടി നമ്മൾ നിർത്തി നോക്കിയിട്ടും നിങ്ങളുടെ കുഞ്ഞ് വന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് കുഞ്ഞ് വരാൻ കുറച്ച് സഹായിക്കണം. നിങ്ങളും ക്ഷീണിച്ചു, അതുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞ് വരാത്തത്. പിന്നെ അതേപോലെ കുഞ്ഞിൻ്റെ തല തിരിഞ്ഞ് വന്നില്ല, ഇങ്ങനെയൊക്കെ വാക്കുകൾ നിങ്ങൾ കേൾക്കും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണത് കേട്ടോ. കണ്ടിട്ട് പേടിക്കണ്ട, ഇതൊക്കെ നോർമലാണ് കേട്ടോ. ഇതേ കപ്പ്, റബ്ബർ ഒന്നും പറ്റൂല. നിങ്ങളുടെ യോനിക്കൊന്നും പറ്റൂല, കുഞ്ഞിനും ഒന്നും പറ്റൂല. കുറേ മുക്കി നിങ്ങളും ക്ഷീണിച്ചു. നിങ്ങൾ ക്ഷീണിച്ചപ്പോൾ ഈ കപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല പുറത്തോട്ടെടുക്കും. പേടിക്കേണ്ട, തല പുറത്തോട്ടല്ല, കുഞ്ഞിനെ പുറത്തോട്ടെടുക്കും. ഇതൊന്നുമില്ല. കുഞ്ഞിൻ്റെ തല ഇപ്പോൾ ഇതാണെങ്കിൽ ഈ കപ്പ് ഇവിടെ വയ്ക്കും. എന്നിട്ട് അത് ഒരു പ്രസ് ചെയ്തിരുന്നിട്ട് നമ്മൾ കുഞ്ഞിനെ പുറത്തോട്ടെടുക്കും. ഇത്രയേ ഉള്ളൂ. ഇനി കപ്പിലും പുറത്തോട്ട് വന്നില്ല. അപ്പോൾ ചില പേഷ്യൻസ് നിങ്ങൾ കാണാറുണ്ട്, ഇവിടെ പ്രസവിച്ച ആൾക്കാർ ഒന്നില്ലെങ്കിൽ പഴയ മൈമൂനതാത്തയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റർമാരോ ഒക്കെ വയറിൻ്റെ മുകളിൽ കയറി നിങ്ങൾക്ക് സഹായിക്കാനും ഗുസ്തി കൂടാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലും വന്നിട്ടില്ലെങ്കിലാണ് ഈ പരിപാടി കേട്ടോ. നിങ്ങൾക്ക് വയറ് അവിടുന്ന് മുകളിൽ നിന്ന് ഉന്തിയിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണ്. അല്ല, നിങ്ങളെ സഹായിക്കുകയാണ്. നിങ്ങൾ എത്ര മുക്കിയിട്ടും വരാത്ത സമയത്ത് അവർ മുകളിലോട്ട് കയറി നിങ്ങളുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് പ്രസ് ചെയ്യും. ആ സമയത്ത് പ്രസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നിങ്ങളെ പ്രസവിക്കാൻ സഹായിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതിലും വന്നിട്ടില്ലെങ്കിൽ അവർ വിളിക്കും ഡോക്ടറിനെ. ഡോക്ടർ വന്ന് ഈ കപ്പിട്ടാലും ഒന്നും പറ്റൂല. നിങ്ങളുടെ കുഞ്ഞിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ചില പേഷ്യൻസിന് കപ്പിട്ടാലും വരില്ല, ഫോർസെപ്സ് പറയും. ഇത് കമ്പിയാണ്. എന്നാലും നിങ്ങളുടെ കുഞ്ഞിനൊന്നും പറ്റില്ല, നിങ്ങളുടെ യോനിക്കൊന്നും പറ്റില്ല, നിങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. ഇത് നിങ്ങളുടെ കുഞ്ഞിനെ വേദനിപ്പിക്കുകയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല. ഇത് ഞങ്ങൾ അതിൻ്റെ കുഞ്ഞിൻ്റെ തലേനെ പിടിച്ചിട്ട് എടുക്കാൻ പോവുകയാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറ്റില്ല. നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല ഇങ്ങനെയൊന്നും ആവില്ല. അത് ലോക്കായാൽ ഇത്ര നിൽക്കും. അതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ തലയുടെ ഉള്ളിലുണ്ടാവും, എടുക്കും. നിങ്ങൾക്കൊന്നും പറ്റില്ല, കുഞ്ഞിനൊന്നും പറ്റില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പ്രസവിക്കാൻ സഹായിക്കാനാണ് കേട്ടോ. ഇതിലും ഒന്നും ആയിട്ടില്ലെങ്കിലായിരിക്കും ചിലപ്പോൾ ഓപ്പറേഷന് പോവുക. ചില പേഷ്യൻസിന് ഇത് ഇടാൻ പറ്റൂല. നിങ്ങൾ എത്ര മുക്കിയിട്ടും ഞങ്ങൾ എത്ര മുക്കിപ്പിച്ചിട്ടും ഞങ്ങൾ എത്ര ഉന്തിയിട്ടും നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല താഴോട്ട് വന്നില്ലെങ്കിൽ മാഡം വന്ന് പറയും എനിക്ക് കപ്പിടാൻ പറ്റൂല, കപ്പിടുന്ന ഒരവസ്ഥ ആയിട്ടില്ല. വേണമെങ്കിൽ ഒരു അരമണിക്കൂറും കൂടി കൊടുത്തു നോക്കാം. അപ്പോഴും എനിക്ക് കപ്പിടാൻ പറ്റിയാൽ ഞാൻ എടുത്തു തരാം, അല്ലെങ്കിൽ എടുക്കാൻ പറ്റൂല, ഓപ്പറേഷൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവൾ ഇത്രയും നേരം കടന്ന് രാവിലെ തൊട്ട് രാത്രി വേദന സഹിച്ചിട്ട് അവൾ അറ്റ് ലാസ്റ്റ് ഓപ്പറേഷന് കൊണ്ടുപോയല്ലോ. ആ സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ എത്ര മുക്കിയിട്ടും കാര്യം നിങ്ങളുടെ കുഞ്ഞ് വരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഓപ്പറേഷനിലോട്ട് പോകുന്നത്. ഓക്കെ, ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നത്തെ ദിവസം അവർക്ക് ചെറുതായിട്ട് വേദനയൊക്കെ വന്നു. പെട്ടെന്ന് അവർക്ക് ബ്ലീഡിങ് കൂടാനുള്ള കാരണം മറു ശരിക്കും വിട്ടു പോകേണ്ടത് പ്രസവിച്ച് കഴിഞ്ഞാലാണ്. അവർക്ക് പ്രസവിക്കുന്നതിന് കുറച്ച് മുന്നേ എന്ന് പറഞ്ഞാൽ വേദന വരുമ്പോഴും മറു വിട്ടു പോവാം. അതുണ്ടാവാൻ പാടില്ല.
അങ്ങനെ വിട്ടു പോകുമ്പോൾ ബ്ലീഡിങ് വരും. ബ്ലീഡിങ് വരുമ്പോൾ നമുക്ക് നിങ്ങളെ വേഗം പ്രസവിപ്പിക്കേണ്ടി വരും. നിങ്ങളെ വേഗം പ്രസവിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേഷനിലോട്ട് പോകും. അത് എമർജൻസി ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ ഡോക്ടർ വന്ന് നിങ്ങളടുത്ത് പറയുക, അവിടെ മറു വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളെ പ്രസവിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വേഗം തന്നെ ഓപ്പറേഷൻ കൊണ്ടുവന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലീസ് ഒപ്പിട്ട് തരിക, നിങ്ങളെ വിടും. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഒരിക്കലും ഞങ്ങൾ വെറുതെ പറയൂല, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. രണ്ടാമത്, വെള്ളം കൂടുതലുള്ള വ്യക്തികൾ, ഗീത മാഡം പറഞ്ഞു, നിങ്ങൾ വെള്ളം പോകുമ്പോൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് വരിക. കാരണം വെള്ളം കൂടുതലുണ്ടാവുമ്പോൾ നിങ്ങളെ പൊക്കിൾ താഴോട്ട് വരാം. പൊക്കിളായിരിക്കും ആദ്യം വന്ന് താഴോട്ട് വരുന്നത്. പൊക്കിൾ താഴോട്ട് വരാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉള്ളു പരിശോധിക്കുമ്പോൾ സിസ്റ്റർമാരോ ഡോക്ടർമാരോ പറയും, നിങ്ങളെ പൊക്കിൾ താഴോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുന്നില്ല, വേഗം തന്നെ നിങ്ങൾ ഓപ്പറേഷന് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ ഓപ്പറേഷനിലോട്ട് പോകും. അപ്പോൾ ഞാൻ സ്കാനിങ് ചെയ്യുമ്പോൾ ചില പേഷ്യൻ്റ് പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടീൻ്റെ തൂക്കം കുറവാണ്, 2 കിലോ, 1,800, 2,200 അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഈ കുട്ടികൾക്ക് പ്രസവവേദന വരുമ്പോൾ ഉള്ളിലുള്ള കുട്ടിക്ക് ചിലപ്പോൾ വെടുപ്പ് കുറയാം. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു മെലിഞ്ഞൊരു കുട്ടീനെ ഇങ്ങനെ ഇറുക്കിയാൽ അതിന് വേദന എടുക്കും. ഞാനൊരു നല്ല സൈസുള്ള ഒരാളെ പോയിട്ട് ഇങ്ങനെ ആക്കിയാൽ അയാൾക്ക് ഒന്നും പറ്റില്ല. അതാണ് സംഭവം. ഒരു ചെറിയ മെലിഞ്ഞൊരു കുട്ടി ഉള്ളിൽ വളരുമ്പോൾ ഗർഭപാത്രം വികസനവും അതേപോലെ വേദന വരുമ്പോൾ ഗർഭപാത്രം കുഞ്ഞിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ്. ആ പ്രസ് ചെയ്യുമ്പോൾ മെലിഞ്ഞൊരു കുട്ടിക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ മിടുപ്പ് കുറയും. നിങ്ങളെ മിടുപ്പ് കുറഞ്ഞു എന്ന് വിചാരിച്ച് ഒന്നും പറ്റാമെന്ന് പോകുന്നില്ല. പക്ഷെ മിടുപ്പ് കുറഞ്ഞിട്ട് കൂടുന്നുണ്ടെങ്കിൽ നോർമലാണ്. ആ വേദന പോയിട്ട് കൂടി വരുന്നുണ്ടെങ്കിൽ നോർമൽ. പക്ഷെ മിടുപ്പ് കുറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസവിപ്പിക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റൂല. അപ്പോൾ നിങ്ങൾ ഓപ്പറേഷനിലോട്ട് അവസാനിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയരുത്, അപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ ഈ മിടുപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഒന്നും അറിയില്ല, പെട്ടെന്ന് സംഭവിച്ചു. കുറച്ച് മുന്നേ വെള്ളം പോയപ്പോൾ നിങ്ങൾ മഷീൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ പെട്ടെന്ന് മഷീൻ്റെ കാര്യം പറയുന്നു. കുട്ടി മൂത്രമൊഴിച്ചു, അപ്പിട്ടു, മഷി വന്നു. അതാണ് കാരണം. ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ വ്യക്തികളും വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ വെറുതെ പറയുകയാണ്. ഡെലിവറി കഴിഞ്ഞിട്ട് നിർബന്ധമായി എല്ലാ കുഞ്ഞുങ്ങളുടെയും ചെവി കേൾവി ടെസ്റ്റ് ചെയ്യണം. കേൾവി ടെസ്റ്റ് നിർബന്ധമാണ്, ഗവൺമെൻറ്റിൻ്റെ റൂളാണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ, വേഗം തന്നെ കുട്ടിക്ക് ചെവി കേൾവിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളെ ഒരു രജിസ്റ്ററിൽ കയറ്റിയിട്ട് ഗവൺമെൻറ് പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്, നമുക്ക് നന്നായി ഫ്രീ ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റ്, ഏതോ 1-2 പേഷ്യൻറ്റിനൊക്കെ അത് സംഭവിക്കാം, കേൾവി കുറവുള്ള കുട്ടികൾ ഉണ്ടാവാം. അപ്പോൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ചികിത്സ തരാം. കുറേ സ്കാനിങ്ങിൽ കിഡ്നിയിൽ നീര്, മൂത്രസഞ്ചി, മൂത്രക്കുഴൽ, ഇതിലൊക്കെ നീരുകൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത്. ആ നീര് ഇത്രയായി, അടുത്ത സ്കാനിങ്ങിൽ കുറച്ചും കൂടി കുറച്ച് കുറഞ്ഞു. അപ്പം ഞാൻ പറയും, ഡെലിവറി കഴിയുമ്പോൾ കുഞ്ഞ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ നീര് കുറയും. പക്ഷെ ചില കുട്ടികൾക്ക് പ്രസവം കഴിഞ്ഞ് മൂത്രം ഒഴിച്ചാലും നീര് ചിലപ്പോൾ കുറയൂല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ചെറുതായിട്ട് കുട്ടികളുടെ സർജന്മാർ ചെറിയൊരു സർജറി ചെയ്യേണ്ടി വരും. ഇതൊക്കെ വളരെ അപൂർവമാണ്, പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചില പേഷ്യൻസിന് ഡൗട്ട് ഉണ്ടാവും, രണ്ടാമത്തത് എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ? പ്രസവിക്കാൻ പറ്റും, പക്ഷേ അതിന് ഓരോ കാരണങ്ങളും ഓരോ കാര്യങ്ങളും ഡോക്ടർ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. എല്ലാവർക്കും പ്രസവിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കുറേ സമയം പ്രസവവേദന ആയിട്ട് കടന്ന് ഒട്ടും വികസിക്കാണ്ട് നിങ്ങൾ ചെയ്ത വ്യക്തികളുണ്ടാവും. അവർക്ക് ചാൻസ് കുറച്ചും കൂടി കുറവായിരിക്കും അടുത്തത് പ്രസവിക്കാൻ. ചില സ്ഥലത്ത് ചെറുതായിട്ട് വേദന തുടങ്ങി, പക്ഷേ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തു, നിങ്ങൾ പ്രസവിക്കാനുള്ള അവസരം തന്നില്ല. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് ഇവിടെ പ്രസവിക്കാൻ പറ്റും. പക്ഷേ ആകെ അറിഞ്ഞിരിക്കേണ്ടത്, മരുന്ന് വയ്ക്കാൻ പറ്റൂല, തന്നെ വേദന വരണം. ഇവിടെ പ്രസവിക്കാറുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചോളൂ. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ അല്ലേ. ഒരു സിസേറിയൻ, അല്ലാണ്ട് 2 സിസേറിയൻ കഴിഞ്ഞിട്ട് പ്രസവിക്കാൻ പറ്റൂല. പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായ മൊത്തമായിട്ട് മുലക്കണ്ണും അതിൻ്റെ ചുറ്റുമുള്ള ഡാർക്ക് ഭാഗവും വായൻ്റെ ഉള്ളിൽ വേണം. അല്ലെങ്കിൽ മുലക്കണ്ണ് മാത്രം പിടിച്ച് എടുത്താൽ അത് പൊട്ടുവരും. ഡെലിവറി കഴിഞ്ഞ് എപ്പോൾ ബന്ധപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആയാൽ ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ പോകുന്നത് 3-4 മാസം കഴിഞ്ഞിട്ടാണ്, കുഴപ്പമില്ല. സിസേറിയൻ കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയാണ്, ആദ്യത്തെ 6 മാസം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. ഇനി സിസേറിയൻ കഴിഞ്ഞാൽ എപ്പോൾ പ്രഗ്നൻസി ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, അതിന് ഏറ്റവും നല്ല കാര്യം ആദ്യത്തെ കുട്ടി കുറച്ചൊന്ന് ഉഷാറായി വരുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. 1 വയസ്സോ 2 വയസ്സോ ആവണ വരെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങൾ നേരത്തെ പ്രഗ്നൻ്റ് ആയാൽ കുഴപ്പമില്ല, ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞാണ്, ഒരിക്കലും കളയരുത്. കളയണത് കുറച്ചും കൂടി നിങ്ങളുടെ ഗർഭപാത്രത്തിലോട്ടുള്ള കേടാണ്.
എത്രയോ ആൾക്കാർ കുറേ പ്രഗ്നൻസി ആവാൻ കഷ്ടപ്പെടുന്നുണ്ട്. ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമ്പോൾ കളയണേക്കാട്ടും അത് മുന്നോട്ട് പോവുക. ഈ വയറ്റിലുള്ള കുഞ്ഞ് പ്രസവിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞ് 1.5 വയസ്സാവും. അത് 1.5 വയസ്സായാലും അതിനെല്ലാം ഒന്നിച്ച് ഒറ്റയ്ക്ക് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, കളയാണ്ടിരിക്കുക കേട്ടോ. എന്നാലും ഭർത്താവ് നാട്ടിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കോണ്ടംസ് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ കോണ്ടംസ് ഉപയോഗിക്കുക. പ്രസവം കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസക്കുളി കഴിഞ്ഞ് സ്ഥിരമായിട്ട് ഹസ്ബൻഡ് നാട്ടിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പർട്ടി ഇടാം. കോപ്പർട്ടി ഇട്ടാൽ അതൊന്നും നിങ്ങളുടെ ഗർഭപാത്രത്തിനോടുള്ള കേടുമല്ല, നിങ്ങളുടെ കുഞ്ഞിനും ഒന്നും കേടില്ല, നിങ്ങളുടെ മാസക്കൂടി കൃത്യമായി വരും, അതൊന്നും പ്രശ്നമല്ല. ആ കോപ്പർട്ടി 5 വർഷത്തിന് നിങ്ങൾക്ക് വെക്കാം, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി 2 വർഷം കഴിഞ്ഞ് എനിക്ക് മടുത്തു, എനിക്ക് അടുത്ത കുഞ്ഞിനെ വേണം, എടുത്താൽ അടുത്ത മാസം നിങ്ങളുടെ മാസക്കൂടി കൃത്യമാവും, നിങ്ങൾക്ക് വീണ്ടും പ്രഗ്നൻസി ആവും. കോപ്പർട്ടി ഇട്ടോലും നിങ്ങളുടെ മാസക്കൂടി തെറ്റാൻ പോകുന്നില്ല. വളരെ അപൂർവമുള്ള പേഷ്യൻറ്റിന് കോപ്പർട്ടി ഇടുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മൾ കോപ്പർട്ടി എടുത്തു കൊടുക്കും. എന്നാൽ എടുത്താൽ പ്രശ്നം ഉണ്ടാവില്ല.